ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിൻ്റെ റീക്രിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ BTSൻ്റെ ജിമിൻ്റെ ഈ ഒരു AI ഫോട്ടോ ആണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും എഡിറ്റഡ് പിക്കാണ്, AIയിലെ എഡിറ്റഡ് പിക്കാണ്, ഒറിജിനൽ അല്ല. അപ്പോൾ ഇത് പിൻട്രസ്റ്റിൽ നമുക്ക് ഒരുപാട് കിട്ടും കാണാനായിട്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഈ ഒരു കളറിലുള്ള ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ ഒരു ഫ്ലവർ വേണം, അതായത് പർപ്പിൾ കളറിലുള്ള. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പർപ്പിൾ കളറിലുള്ള ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ ആദ്യമേ വെച്ച് ഫുഡ് കളർ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് എടുത്ത ഫുഡ് കളർ വന്നിട്ട് ഒട്ടും തന്നെ മാച്ച് ആവുന്നില്ല, ഒരുപാട് വെള്ളത്തിനകത്തായിരുന്നു ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഷെയ്ഡും കൂടെ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് പർപ്പിൾ കളറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ബ്ലൂ കളറിലാണെങ്കിലും എക്സാക്റ്റ് കളർ പർപ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഉണങ്ങാൻ വെച്ച് ഉണങ്ങിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നു അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒരു സൈഡിലോട്ട് വന്നിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഒരു ഫ്ലവർ വന്നിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനൊരു കമ്പിനകത്ത്, നമ്മുടെ ഈർക്കിലി ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലവർ ബൊക്കെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഈ ഒരു ഫ്രോക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം മുതൽ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, ഇത് ഞാൻ സ്ക്രാച്ചിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബേസ് മേക്കപ്പ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും സിമ്പിളായിട്ടാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മിസ്റ്റീരിയസ് ആയിട്ട്, ഡ്രീമി ആയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ സെലസ്റ്റിയലായിട്ടാണ് ആ ഒരു പിക്ക് ചെയ്തേക്കുന്നത്, എഡിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഏകദേശം നമുക്ക് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവരണം. അപ്പം നമുക്ക് ബേസ് മേക്കപ്പ് കഴിവതും ഞാൻ മിനിമലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഐബ്രോസ് ഇച്ചിരി കൂടെ ഷാർപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐലൈനർ കൊണ്ടിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഐ ഷാഡോ അപ്ലൈ ചെയ്തു, മസ്കാര ഇട്ടു, ചെറുതായിട്ടൊരു വിങ് ലൈൻ, ഒരുപാടില്ല, ചെറുതായിട്ടൊരു വിങ് ലൈൻ മാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ലൈറ്റായിട്ട്, എല്ലാം വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് നമ്മുടെ ചീക്ക് ബോൺസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയും തന്നെ. പിന്നെ ആ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഞാനൊരു ബ്രൗണും അല്ല, ഒരു പേർപ്പിൾ ഷെയ്ഡും അല്ല, ആ ഒരു കളറിലുള്ള ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയത് മുടി എങ്ങനെ കെട്ടണമെന്നാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഒരു ഫോക്സി ഹെയർ സ്റ്റൈലാണ്, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സ്ലീക്ക് ബണ്ണാണ് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നത് മനസ്സിൽ. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു നടുവകുപ്പെടുത്തിട്ട് സ്ലീക്ക് ബണ്ണാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എനിക്ക് തൃപ്തി വരാതെ ഞാൻ താഴോട്ട് ഇങ്ങനെ മുടി ഹെയർ ബ്രൈഡ് ചെയ്തിട്ട് ഒരു റൈൻ സ്റ്റോൺ കൊണ്ടിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കല്ലും ഒരു സ്റ്റോൺ വർക്ക് ഹെയറിലും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ഓക്കെ ആയേ. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോൺസ് വേണം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ച് വെച്ചതും ശേഖരിച്ചതും ഒക്കെ ആയിട്ട് കുറേ സ്റ്റോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഹെയറിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഗ്ലൂ വന്നിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യത്തില്ലേ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലൂ ആയിരുന്നു തലയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അവസാനം ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഒരു ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കി ഇങ്ങനെ ഫസ്റ്റ് ആ ഒരു സ്ലീക്ക് ബണ്ണിൽ മൊത്തം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ളിടത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റോൺസ് ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ.
എന്നിട്ട് ഇതായിരുന്നു ഫൈനലായിട്ട് ഒരു ഹെയറിൽ ഒട്ടിച്ച ഒരു ലുക്ക് വന്നിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഹെയർ ഇങ്ങനെ, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഫേസിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ടാണ് ഇത് കല്ലൊട്ടിച്ചിരുന്നത്. രണ്ട് സൈഡും ആകുമ്പോൾ ഭയങ്കര ബോറായി പോകും. അപ്പോൾ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് താഴോട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് ഒട്ടിത്തീരാൻ, ചിലത് ഒട്ടും ഇളകി വരും, അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഒട്ടിച്ചതിനകത്തുള്ള ഫൈനൽ ലുക്ക്. ഏറ്റവും കൂടുതൽ പാട് വന്നിട്ട് ചെറിയ സ്റ്റോൺ ഒട്ടിക്കാനായിരുന്നു, അത് അധികം ഇരിക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞാൽ ഹെയർ നമ്മൾ ഈ സ്പൂലി ഉണ്ടല്ലോ, അത് നനച്ചിട്ടിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് ആയാലും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നനച്ചിട്ടിങ്ങനെ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ ഇങ്ങനെ നമ്മുടെ ബേബി ഹെയർസ് ഒതുങ്ങിയിരുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മലിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഒരു ഇയർ കഫ്, അല്ലാത്തൊരു സ്റ്റഡും. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും സ്റ്റഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റാർ ടൈപ്പ് ഇയർ കഫായിരുന്നു. എന്താണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കൈകളിൽ സ്റ്റോൺ ഒട്ടിക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വലതുകൈയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇടതുകൈയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മാസം 1 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. കാശ് കൊണ്ട് ആരും തേക്കോളൂ. ഈ മാസത്തെ സാലറി ഞാൻ കൊടുത്തില്ല, എന്നിട്ട് കുട്ടി കണക്കിട്ട് അതുകൊണ്ടുള്ള ദേഷ്യം കൂടെ മൊത്തം എൻ്റെ കയ്യിലാണ് തീർക്കുന്നത്. സോ ഗായ്സ്, ഇങ്ങനത്തെ ഉള്ള 1 രൂപ കൊടുത്തിട്ട് പോലും സത്യസന്ധത ആത്മാർത്ഥ ഇല്ലാത്ത കുറേ അസിസ്റ്റൻ്റ് വരെ നമ്മളുടെ ഇടയിലുണ്ട്. ഇവരൊക്കെ പരിഷ്കരിക്കണം. എന്നിട്ട് ഞാൻ പാട്ട് കൊണ്ട് ഫിൽറ്റർ വേണം. ലൈൻ കിട്ടുന്നില്ല. എന്തെന്ന് അതെ മറ്റേ വേണം വിറ്റി വാങ്ങി പറഞ്ഞില്ലല്ലോ. സ്റ്റോറി ചിന്ന just take it all, nothing without your love, I just never leave you love. Oh, heart is beating because of you, never and ever. young man 1 രൂപ കൊടുത്ത് ചെയ്യുന്ന അസിസ്റ്റന്റിന്റെ വേലയാണ്. കഴിച്ചാലേ പറ്റൂ. തന്നാൽ പോലെ എനിക്ക് കൂടുതൽ അഹങ്കാരം കാണിക്കാതെ ചീത്തവിളിയും തുടങ്ങിയിട്ടുണ്ട്. So annoying. She's just... So this is, you guys seen the difference between ഞാൻ കൈ മലർത്താ തന്നെ കുഴപ്പമില്ല. ഞാൻ കൈ മലർത്താൻ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എൻ്റെ കലാവിരുത്. കൈ കൊണ്ടുതാ നിക്കടി അവിടെ വെക്കടി. അപ്പോൾ നമ്മുടെ വോൾ ലുക്ക് കംപ്ലീറ്റ് ആയി. വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, ഒരു 8-10 മിനിറ്റ് കൂടുതൽ കാണുമെന്ന് തോന്നുന്നു. സോ എന്തുവന്നാലും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു വോൾ മാത്രം മതിയായിരുന്നു. വേറെ കർട്ടൻസും കാര്യങ്ങളും ബാക്ക്ഡ്രോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടി നമ്മളിപ്പോൾ ഒരു റിംഗ് ലൈറ്റും പിന്നെ ഈ ടേബിളിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫോൺ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ആ ഒരു ഫുൾ വോൾ ലുക്ക് വന്നിട്ട്. ഇത്ര എഫേർട്ട് ഇട്ടുകൊണ്ട് കുറച്ച് നന്നായിട്ട് കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഞാൻ വിചാരിച്ചതിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടർ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് ഞാൻ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.